यज शीतला सस्यश्यामला मातरं वन्दे मातरम् शुभ्रज्योत्स्ना पुलकितयामिनी पुल्लकुसुमित ध्रुवदलशोभिनी सुहासिनी सुमधुरभाषिणी सुखदां वरदां मातरं वन्दे मातरम्। सारे जहां से अच्छा हिंदुस्तान हमारा हमारा, सारे जहां से अच्छा हिंदुस्तान हमारा। हम बुलबुले हैं इसकी ये गुलसिता हमारा हमारा, सारे जहां से अच्छा हिंदुस्तान हमारा हमारा, सारे जहां से अच्छा। पर्वत वो सबसे ऊंचा हमसाया आसमां का, पर्वत वो सबसे ऊंचा हमसाया आसमां का। वो संगदरी ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അതിന്റെ സമ്പന്നവും വൈവിധ്യപൂർണവുമായ പൈതൃകത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിന് യോഗ്യനാകാൻ ഞാൻ എപ്പോഴും പരിശ്രമിക്കും. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും എല്ലാ മുതിർന്നവരെയും ബഹുമാനിക്കുകയും എല്ലാവരോടും മാന്യമായി പെരുമാറുകയും ചെയ്യും. എന്റെ രാജ്യത്തോടും എന്റെ ജനങ്ങളോടും ഞാൻ എന്റെ ഭക്തി പ്രതിജ്ഞ ചെയ്യുന്നു. മലയാളികളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും വയനാട് എന്ന തീരാദുരന്തം, അത് നമ്മളുടെ സ്വാതന്ത്ര്യ പരിപാടികൾ ഒക്കെ തന്നെ വളരെ ലഘൂകരിച്ച് ആഘോഷപൂർവ്വമല്ലാതെ പ്രക്ഷേപണം ചുരുക്കുകയാണ്. കാണാമറയത്ത് നിൽക്കുന്ന ധാരാളം സഹോദരി സഹോദരന്മാർ, പിഞ്ചു കുഞ്ഞുങ്ങൾ, ഇന്നും അവർ മണ്ണിനടിയിൽ ആരും കാണാതെ അകപ്പെട്ട് കിടക്കുകയാണ്. ഈ സമയം എല്ലാ മനുഷ്യരുടെയും ആത്മാക്കൾക്ക് നിത്യശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ചെറുവണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് രൂപീകൃതമായതിനു ശേഷമുള്ള ഒന്നാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. ഈ അവസരം ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, നമ്മൾ ഒരു മാസം മുന്നേ ഇവിടെ നിശ്ചയിച്ച ഒരു തീരുമാനമുണ്ട്. ജീവിതശൈലി രോഗമുക്ത ബേപ്പൂർ എന്ന ഒരു ബൃഹത്തായ പദ്ധതി നമ്മൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്ന് നമ്മളൊരു പ്രതിജ്ഞ കൂടി എടുക്കണം. ആ ഒരു പദ്ധതി പ്രഖ്യാപനം, ആ ഒരു പദ്ധതി നമ്മളുടെ ബേപ്പൂർ മണ്ഡലത്തിൽ വളരെ വിജയകരമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഇന്നു മുതൽ നമ്മൾ മുഴുവേണ്ടിയിരിക്കുന്നു. അതിന്റെ ഭാഗമെന്നോണം ഏകദേശം ഒരു മാസക്കാലം കൊണ്ട് തന്നെ 10ഓളം വിവിധങ്ങളായ സെന്ററുകൾ, ചെറുതും വലുതുമായ 10ഓളം സെന്ററുകൾ അതിനുശേഷം നമുക്ക് ആരംഭിക്കാൻ സാധിച്ചു. 3 സെന്ററുകൾ ബേപ്പൂർ മണ്ഡലത്തിൽ രൂപീകൃതമാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒന്നാം ഘട്ടം. അതിന്റെ ഭാഗമായി അഹോരാത്രം പരിശ്രമിക്കുന്ന നമ്മളുടെ ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വളരെ രാവിലെ കാലത്ത് 5 മണിക്ക് തന്നെ എഴുന്നേൽക്കുകയും അതാത് സെന്ററുകളിൽ സൗജന്യമായി വളരെ ആത്മാർത്ഥമായ സേവനത്തിന് പോവുകയും ചെയ്യുന്ന
നമ്മുടെ പ്രിയപ്പെട്ട ട്രെയിനേഴ്സിനെ വളരെയധികം അഭിനന്ദിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു കൂട്ടരാണ് ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ. ഒരുപാട് സമയം അവർ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന, അഹോരാത്രം പരിശ്രമിക്കുന്ന ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെയും ഈ അവസരം അഭിനന്ദിക്കുകയാണ്. ഇവിടെ 4 ദിവസം കൊണ്ട് തന്നെ 100ഓളം ആളുകളുമായി വളരെ വിജയം കുറിവാളിച്ച കേരളത്തിലെ എക്സലന്റ് ചരിത്രത്തിൽ പുതിയ നാഴികക്കല്ല് കുറിച്ച പേട്ട കോർമയ ടീമിനോടുള്ള ബഹുമാനവും ആദരവും ഈ അവസരം രേഖപ്പെടുത്തുകയാണ്. ഒരു സംശയവുമില്ല, അവരെ സംബന്ധിച്ചിടത്തോളം നാം അവർക്ക് നൽകിയ എക്സലൻ എന്ന ദീപശിവ ഇന്ന് അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. സമീപ പ്രദേശങ്ങളിലേക്ക് 10,000-കണക്കിന് ആളുകളിലേക്ക് ഇതിന്റെ സന്ദേശങ്ങൾ എത്തിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. അവിടുത്തെ വനിതാ ടീമിനെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വളരെ ആവേശപൂർവ്വം അവരും എക്സലൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ അർത്ഥത്തിൽ നമുക്കിനി ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളം ആഘോഷത്തിന്റെ പൊലിമ മുടക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ പ്രദേശമായ വയനാട്ടിൽ നടന്ന ദുരന്തം ഒരുപാട് മനുഷ്യർ ഒലിച്ചു പോയിരിക്കുകയാണ്. ഒരുപാട് മനുഷ്യർ വെള്ളത്തിന്റെയും ചളിയുടെയും അതുപോലെ മരത്തിന്റെയും അടിയിൽ അമർന്നിരിക്കുകയാണ്. നമ്മളവിടെ പോയപ്പോൾ, സേവനത്തിന് വേണ്ടി പോയപ്പോൾ കരളലിയിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ഭൂമിയുടെ ആണികളായി നിലകൊള്ളുന്ന മലകളും കുന്നുകളുമൊക്കെ അമിതമായി ഇടിച്ചു നിരത്തിയാൽ, നമ്മുടെ ആർഭാടത്തിന് വേണ്ടി, നമ്മുടെ അഹങ്കാരത്തിന് വേണ്ടി ഇടിച്ചു നിരത്തിയാൽ ഭൂമിയും പ്രകൃതിയുമെല്ലാം ഇതുപോലുള്ള സംഭവങ്ങൾ, അപകടങ്ങൾ ഉണ്ടാകുമെന്ന് മാധവി ഗാഡ്ഗിൽ റിപ്പോർട്ട്, മാധവി ഗാഡ്ഗിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എനിക്ക് ആയുസുണ്ടെങ്കിൽ, ഞാനും നിങ്ങളും ഇവിടെ ഉണ്ടെങ്കിൽ 5 വർഷത്തിനുള്ളിൽ തന്നെ വലിയൊരു അപകടം വരാനിരിക്കുന്നു എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ അറിയണം, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ പ്രകൃതിയെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ നക്സവൻ 2012 നമ്മുടെ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാർ തുടങ്ങിയ ശേഷം ഇന്ന് അത് വളർന്നു അന്തരിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമായ ഒരുപാട് യൂണിറ്റുകൾ നമുക്കുണ്ട്. നമ്മുടെ ഈ യൂണിറ്റുകളിൽ എല്ലാം തന്നെ ഇന്ന് നമ്മൾ ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. ഇന്ന് നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി വലിയൊരു ആഘോഷങ്ങളില്ലാതെ ഈ രീതിയിലാണ് നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മൾ ഇത് ആഘോഷിക്കുന്നത്. ഇതിന്റെ എല്ലാ സ്ഥലങ്ങളും നമ്മുടെ ഒരുപാട് സഹോദരന്മാരെ എക്സലൻ ടീമാണ്. ഇന്ന് 78ാമത് സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലാണ് നാം നിൽക്കുന്നത്. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വൈദേശിക ശക്തികളിൽ നിന്ന് അഹോരാത്രം പോരാടിയിട്ടാണ്, ഒരു നൂറ്റാണ്ടിന്റെ പോരാട്ടത്തിലൂടെയാണ് നമുക്ക് ഇന്ന് കാണുന്ന സ്വാതന്ത്ര്യം സംജാതമായിട്ടുള്ളത്. ലോകത്തെല്ലായിടത്തും മറ്റു നാടുകളിലൊക്കെ തന്നെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൽ, നമ്മുടെ രാജ്യത്ത് മതസൗഹാർദ്ദത്തോടെ ഏകോദര സഹോദരന്മാരെ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ ആഘോഷങ്ങളൊക്കെ തന്നെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനം ഇതേപോലെയുള്ള ചടങ്ങായി മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം, വയനാട്ടിലുള്ള ദുരന്തം ഒരു രാത്രി കൊണ്ടാണ് ഒരു വിഭാഗത്തിന്റെ സ്വപ്നങ്ങളൊക്കെ തന്നെ മലവെള്ളപ്പാച്ചിലൂടെ ഇല്ലാതായി പോയിട്ടുള്ളത്. അവർ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും നമ്മൾ എവിടെയാണെന്നറിയാതെ കാണാമയത്തിൽ നിൽക്കുകയാണ്. അവരുടെ ജ്വലിക്കുന്ന ഓർമ്മകളിലാണ് നാം ഇപ്പോഴുള്ളത്. അവരുടെ ഓർമ്മകൾ ഈ അവസരത്തിൽ നമുക്ക് പുതുക്കാം. ഇതേപോലെ തന്നെ നമ്മുടെ ഈ വ്യായാമമുറ നമ്മൾ ആരംഭിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഇന്ന് ഇതൊരു സംസ്കാരമായിട്ട് വളരുക തന്നെ കുഴഞ്ഞു വീണ് മരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ വ്യായാമത്തിന്റെ പ്രാധാന്യം വളരെയധികം പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളെയും, നമ്മുടെ പരമാവധി ആളുകളെ നമ്മൾ ഇതിന്റെ ഈ വ്യായാമ മുറയിലേക്ക് ആകർഷിക്കുകയും അവരെ കൈപിടിച്ചു കൊണ്ടുവരികയും എല്ലാ പ്രദേശത്തും നമ്മൾ കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് പ്രഖ്യാപിച്ചതുപോലെ നമ്മുടെ ഈ മണ്ഡലത്തിൽ 100 കണക്കിന് കേന്ദ്രങ്ങൾ നമുക്ക് തുറക്കാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്.
എല്ലാവർക്കും നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഈ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പതാക ഉയർത്തിയ നളിനി ടീച്ചർക്ക് നക്സലൻ ചെറുന്നൂർ യൂണിറ്റിന്റെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. അടുത്തത് ഈ പരിപാടിയുടെ